ഇതാണ് നമ്മുടെ സമ്പ്രദായം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മുൻകരുതലിനെ കുറിച്ച് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. നമ്മുടെ ഉദ്ധവൻ കൃഷ്ണൻ മടങ്ങിപ്പോണു എന്നുള്ള വർത്തമാനം അറിഞ്ഞു കാണുമല്ലോ. വിശ്വസ്തനാണ്, അടുത്തുള്ളവനാണ്. അപ്പോൾ ആരും ഇല്ലാത്ത സമയത്ത് കൃഷ്ണൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, മഹാപ്രഭോ, അങ്ങ് പോവാൻ തീരുമാനിച്ചു. ആ തീരുമാനം ഒരിക്കലും പിൻവലിക്കാൻ പറ്റില്ല, ആർക്കും തടുക്കാനും പറ്റില്ല. അതുകൊണ്ട് അങ്ങേ പോകുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ വലിയ കേമനൊന്നുമല്ല, എനിക്ക് ഒന്നും അറിയില്ല. എനിക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ, അങ്ങയെ സേവിച്ചു കൊണ്ട് കൂടുക എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കഷ്ടത്തിലാവും. നാഹം തവാഘ്രികമലം ക്ഷണാർദ്ധമപി കേശവ ത്യക്തും സമുത്സഹേനാഥ സ്വധാമനയമാമപി. അര സെക്കൻഡ് പോലും അങ്ങയുടെ പാദങ്ങൾ വിട്ടിരിക്കാൻ ഈ ഉദ്ധവന് സാധ്യമല്ല. അതുകൊണ്ട് അങ്ങ് പോണ കാര്യം ഞാൻ കേട്ടു, മനസ്സിലായി, പോകും. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ പോകരുതെന്നൊന്നും പറയുന്നില്ല. അങ്ങ് പോകുന്നിടത്തേക്ക് എന്നെയും കൊണ്ടുപോകണമെന്നാ. ഇതെവിടെയെങ്കിലും സാധിക്കുമോ? ഇരട്ട പ്രസവം നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരാൾ മരിക്കുമ്പോഴോ ഞാൻ മരിക്കാൻ പോവുക, താനും വരിക എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോവോ? പൂന്താനം ഒരാളോട് തേരിൽ കയറാൻ വരാൻ പറഞ്ഞപ്പോൾ ഭാര്യയും കുട്ടികളും ചെന്നില്ല അത്രേ. അങ്ങ് തന്നെ പൊക്കോളൂ തേരില്ലെന്നാണ് പറഞ്ഞത്. കുടുംബക്കാരും പോയില്ല. എന്ത് ഭാര്യ ഭർത്തൃത്വപ്പാ, എന്ത് ദാമ്പത്യ! ഞാൻ പലപ്പോഴും അതിശയിക്കും. നിങ്ങളൊക്കെ ആ ഗ്രൂപ്പിൽപ്പെട്ടവരാന്നുള്ളത് നല്ല പോലെ ഓർമ്മ വെച്ചോളൂ. അവിടെ ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു അത്ര. ഞാൻ വരാം എന്ന് പറഞ്ഞ് അദ്ദേഹം അവരെയും കൂട്ടിക്കൊണ്ടുപോയി എന്നൊക്കെയാണ് പറയണത്. അപ്പം നമ്മുടെ ഈ ഗൃഹസ്ഥ ജീവിതം ഉണ്ടല്ലോ, വലിയ പൊള്ളത്തരാതിൽ കാതലെന്ന് പറയുന്നത് വളരെ കുറവാണ്. എന്നാൽ ഈ ഗൃഹസ്ഥന്മാരാണല്ലോ എല്ലാവരെയും പ്രസവിക്കുന്നത്. ഞാനടക്കം ഗൃഹസ്ഥന്മാരിൽ നിന്ന് ജനിച്ചവരല്ലേ, അതിൽ നല്ലവരുമുണ്ട്. അവർക്ക് നന്മ വന്ന് അവർ പ്രസവിച്ച് നല്ല കുട്ടികൾ ഉണ്ടായവരാണ് ഈ സന്യാസിമാരൊക്കെ. ആ അമ്മിഞ്ഞ കുടിച്ചിട്ട് കിട്ടിയ ബുദ്ധിയാണ് സന്യാസ ബുദ്ധി. അപൂർവമായിട്ട് ചില നല്ലവരുണ്ടാവും. അത് നിങ്ങളൊക്കെ അങ്ങനെ ഉള്ളവരാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്.